ഹായ് എവരിവൺ. കഴിഞ്ഞ ഒരു മാസക്കാലമായി ടെക്കോറിക്സ് ഡിജിറ്റൽ അക്കാഡമി നടത്തി വരുന്ന സ്കോളർഷിപ്പ് എക്സാമിൻ്റെ റിസൾട്ട് നമ്മൾ അനൗൺസ് ചെയ്യുകയാണ്. ഏകദേശം 1000-ൽ പരം കുട്ടികളിൽ നടത്തിയ സെലക്ഷൻ പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ 4 പേരെ ചൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് 1 ഇയറിലേക്ക് 2 പേരെയും 3 മന്ത്സിന് വേണ്ടി 2 പേരെയാണ് നമ്മൾ 100% സ്കോളർഷിപ്പ് കൊടുക്കാൻ പോകുന്നത്. ഫൈനൽ റൗണ്ടിൽ വന്നവരൊക്കെ ഏകദേശം എല്ലാവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ അതിൽ നിന്നൊരാളെ നമ്മൾ ചൂസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ല റിസ്ക് ഉള്ള ഇതായതുകൊണ്ട് തന്നെ നമ്മൾ ലോട്ട് ചെയ്തുകൊണ്ട് ഓരോ കോഴ്സിലേക്കുള്ള ആളുകളെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ കാലിക്കറ്റ് അക്കാഡമിയിലെ 3 മന്തിനുള്ള 100% സ്കോളർഷിപ്പാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫൈനൽ റൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് 3 ആളുകളാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരാളെ ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണൂർ അക്കാഡമിയുടെ അഡ്മിനിസ്ട്രേറ്റർ ലുലുവിനെ ഉണ്ടാക്കുകയാണ്. കോഴിക്കോട് 3 മന്തിന് വേണ്ടിയിട്ട് 100% സ്കോളർഷിപ്പിന് അർഹനായിട്ടുള്ളത് നിസാമാണ്. അടുത്തതായിട്ട് കണ്ണൂർ അക്കാഡമിയുടെ 3 മന്തിൽ ആരാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ക്രിയേറ്റീവ് ഹെഡ് സോനുഷയാണ് എടുക്കുന്നത്. കണ്ണൂരിന്റെ 3 മന്തിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത് ഷിഹ ഫാത്തിമയാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ടെക്കോറിക്സിന്റെ വൺ ഓഫ് ദ പ്രീമിയം കോഴ്സ് ആയിട്ടുള്ള 1 ഇയർ കോഴ്സ് ആർക്കാണ് കിട്ടിയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 1 ഇയർ കോഴ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിന്റെ എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്ന, അതിലപ്പുറത്തേക്ക് ഒരുപാട് സിലബസിൽ ഉള്ള ഒരു കോഴ്സാണ് 1 ഇയർ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ആർക്കാണ് കിട്ടിയതെന്നതാണ് നമ്മൾ നോക്കുന്നത്. കണ്ണൂരിലേക്ക് 1 ഇയർ കോഴ്സിന്റെ 100% വിന്നർ ആരാന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ശ്രീരാഗ്. അടുത്തായിട്ട് 1 ഇയർ തന്നെയാണ്. കോഴിക്കോട് ഫൈനൽ റൗണ്ടിലുള്ളത് 2 ആളുകളാണ്. ആ 2 ആളുകളിൽ ഒരാൾക്ക് നമ്മൾ 100% കൊടുക്കും. അപ്പോൾ കോഴിക്കോട് 100%ന്റെ ലോട്ട് എടുക്കുന്നത് നമ്മുടെ കണ്ണൂരിലെ സീനിയർ ട്രെയിനർ ആയിട്ടുള്ള സാന്ദ്രയാണ്. സാന്ദ്ര. ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ നടത്തിയ സ്കോളർഷിപ്പ് എക്സാമിൽ 100% അർഹരായ 4 ആളുകളാണ്. കോഴിക്കോട് അക്കാഡമിയിൽ 1 ഇയറിന് വേണ്ടിയിട്ട് സുഹൈലയാണ്. കണ്ണൂർ അക്കാഡമിയിൽ ശ്രീരാഗാണ് കിട്ടിയിട്ടുള്ളത്. 3 മന്ത് കോഴ്സിലേക്ക് കണ്ണൂരിലേക്ക് ഷിഹ ഫാത്തിമയും കോഴിക്കോടേക്ക് നിസാമുമാണ് അർഹരായിട്ടുള്ളത്. അപ്പോൾ 4 ആളുകൾക്കും കൺഗ്രാറ്റ്സ്. അതേപോലെ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് 30% കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 15ഓളം ആളുകൾക്കാണ് നമ്മൾ ഈ ഒരു കാലയളവിൽ 2 കോഴ്സുകളിലേക്കും നമ്മൾ 30%-ന് സ്കോളർഷിപ്പ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.